എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിക്കണ എന്റെ പച്ചക്കറി ഫ്രൂട്ട്സ് ഒക്കെ നട്ടേക്കണ തോട്ടത്തിലാണ്. അപ്പൊ നമുക്കിന്ന് പച്ചക്കറിയുടെ കുറച്ച് വിളവെടുപ്പാണ്. എല്ലാ ദിവസവും നമ്മൾ വിളവെടുക്കണതാണ്. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് പച്ചക്കറി നമുക്ക് വിളവെടുക്കാം. അപ്പൊ ഞാനിപ്പോ നിക്കണ എന്റെ വഴുതന ചെടിയുടെ അരികിലാണ്. കണ്ട, ഡ്രമ്മിലാ നട്ടേക്കണത്. അതിൽ നമ്മ മരമുന്തിരിയുടെ പ്ലാന്റും കൂടെ വെച്ചിട്ടുണ്ട്. കണ്ട, മരമുന്തിരിയുടെ പ്ലാന്റ് വലുതാവുമ്പത്തേനും നമുക്ക് അത്യാവശ്യം നമുക്ക് പച്ചക്കറി കിട്ടുകയും ചെയ്യും. കണ്ട, വഴുതന നമ്മ ഈ ഡ്രമ്മി വെച്ചപ്പോ നല്ല ഗ്രോത്ത് ആണ്. പ്രത്യേകിച്ച് നമുക്കിപ്പോ യാതൊരു പരിചരണവും വേണ്ട. നമുക്ക് ഒറ്റ വളം കൊടുത്തതിനാൽ 2 ചെടികൾക്ക് കിട്ടുകയും ചെയ്യും. കണ്ട, നമുക്കപ്പ വഴുതന വിളവെടുക്കുന്നത് ഹരിത വഴുതന ഇട്ടാ. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള വഴുതനയാണ്. നല്ല ടേസ്റ്റ് ഉള്ള വഴുതന തന്നെയാണ്. പച്ച കളറിലുള്ള വഴുതനയാണ്. പിന്നെ നമുക്ക് പയർ വിളവെടുക്കാം. ഇത് വയലറ്റ് പയറാണ്. കണ്ട, വയലറ്റ് പയർ എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പയറാണ് കേട്ടോ. കുറ്റിപ്പയറാണ്. അപ്പൊ ഇത് നമ്മ എല്ലാ ദിവസവും ഇങ്ങനെ നമ്മ വിളവെടുക്കണതാണ്. കണ്ട, അപ്പൊ ഇതേപോലെയാണ് ഇരിക്കണത്. നമുക്ക് പടർത്തൊന്നും വേണ്ട. നമുക്ക് ഇതേപോലെ ആവശ്യത്തിന് നമുക്ക് വിളവെടുക്കാം. ഞാനിപ്പോ നട്ടേക്കണത് ചീരയൊക്കെ നടണ ഗ്രോ ബാഗിലാണ് നട്ടേക്കണത്. അപ്പൊ ഇത് അത്യാവശ്യം വിളവരുന്ന ഒരു പയറിന്റെ ഇനം തന്നെയാണ്. പിന്നെ നമുക്കിനി വെണ്ട നമ്മൾ ഡെയിലി വിളവെടുക്കണാണ്. വെണ്ട ഒരുപാട് നമുക്ക് വിളവെടുക്കാനുണ്ട്. അപ്പൊ കണ്ട, ഇതൊക്കെ വെണ്ടയാണ്. വെണ്ടയൊക്കെ നമ്മ ചട്ടികളിലും ഗ്രോ ബാഗുകളിലൊക്കെ നട്ടു കൊടുത്തേക്കണതാണ്. അപ്പൊ എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ ഇഷ്ടം പോലെ വെണ്ടൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണതാണ്. അപ്പൊ വെണ്ടയൊക്കെ നടുകയാണെങ്കിൽ നമുക്ക് ഡെയിലി നമുക്ക് വിളവെടുക്കാണ്ട. നല്ല നീളമുള്ള വെണ്ടൊക്കെയാണ്. വെണ്ട ഒരുപാടുണ്ട് കേട്ടോ വിളവെടുക്കാനായിട്ട്. അപ്പൊ വെണ്ടക്ക നമുക്ക് കണ്ട, ഇതിലും ഡ്രമ്മിൽ നട്ടേക്കണ വെണ്ടയാണ്. അപ്പൊ ഒരു ഡ്രമ്മിൽ നമ്മ 2 വെണ്ടയൊക്കെ നട്ടു കൊടുത്തേക്കണേണ്. ഇഷ്ടം പോലെ വെണ്ടക്ക നമുക്ക് ഡെയിലി വിളവെടുക്കാൻ കിട്ടുന്നുണ്ട്. വെണ്ട നട്ടേക്കണോണ്ട് അപ്പൊ വലിയൊരു പരിചരണമൊന്നും വേണ്ടാത്ത വിളയണ്ട വെണ്ട. പിന്നെ കണ്ട, നമുക്ക് മാങ്ങ മൂവാണ്ടൻ മാങ്ങ ഇട്ടാ. മൂവാണ്ടൻ മാങ്ങയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എപ്പോഴും ഇങ്ങനെ മാങ്ങ ഉണ്ടാവും. പിന്നെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനും നമുക്ക് പച്ചക്ക് കഴിക്കാനും, മൂത്ത മാങ്ങയൊക്കെ പച്ചക്ക് നമുക്ക് കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് ഈ മൂവാണ്ടൻ. അച്ചാറിടാനും ചമ്മന്തി ഉണ്ടാക്കാനും കറിയിലിടാനൊക്കെ നല്ലതാണ്. അപ്പൊ നമുക്ക് കുറച്ച് മാങ്ങ നമുക്ക് വിളവെടുക്കാം. മാങ്ങ കണ്ട, ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. കണ്ട, മാങ്ങ നമുക്ക് ഒരുപാട് മാവുകളുണ്ട്. അപ്പൊ നമ്മ ഡെയിലി മാങ്ങ വിളവെടുക്കണാണ്. അപ്പൊ നമുക്ക് കുറച്ച് മാങ്ങ നമുക്ക് വിളവെടുക്കാം. അപ്പൊ ഈ മൂവാണ്ടൻ മാവ് നടുകയാണെങ്കിൽ ഇതൊക്കെന്ന് പറഞ്ഞാൽ നമ്മ ബഡ് ചെയ്തതോ ഗ്രാഫ്റ്റ് ചെയ്ത മാവൊന്നല്ല, ലെയർ ചെയ്തതൊന്നുമല്ല. നമ്മ മാങ്ങണ്ടി കുഴിച്ചിട്ടിട്ടുണ്ടായ മാവാണ്. അന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും കണ്ട നമുക്ക് യാതൊരു പരിചരണമൊന്നും കൊടുക്കാണ്ട് തന്നെ ഇഷ്ടം പോലെ മാങ്ങ കിട്ടും. ഇതേപോലെ നമുക്ക് കൈ എത്തിച്ച് പൊട്ടിക്കണ രൂപത്തില് നമുക്ക് മാങ്ങ കിട്ടും. കണ്ട, അപ്പൊ എല്ലാവരും ഒരു മൂവാണ്ടൻ മാവ് വെച്ചുപിടിപ്പിക്കണം എന്നല്ല കേട്ടോ. പുഴുവൊന്നും ഉണ്ടാവില്ല. മൂവാണ്ടൻ മാവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുഴുക്കേടൊന്നും ഇല്ലാത്തൊരു മാങ്ങയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ തന്നെയാണ് മൂവാണ്ടൻ. അപ്പൊ നമുക്ക് കുറച്ച് മുളക് വിളവെടുക്കാം. ബുള്ളറ്റ് മുളകാണ്. കണ്ട, പലതരത്തിലുള്ള മുളകുകൾ നട്ടിട്ടുണ്ട്. നമ്മ വിളവെടുക്കണ ബുള്ളറ്റ് മുളകാണ്. കണ്ട, ബുള്ളറ്റ് മുളക് എന്ന് പറഞ്ഞാല് വലിയ പ്രത്യേകിച്ച് പരിചരണങ്ങളൊന്നും വേണ്ട. ഇഷ്ടം പോലെ ഉണ്ടാവുകയും ചെയ്യും, ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പൊ ഞാനിവിടെ ഒരുപാട് ബുള്ളറ്റ് മുളകിന്റെ തൈകൾ നട്ടിട്ടുണ്ട്. കണ്ട, നമ്മ ഈ നാരങ്ങയൊക്കെ നട്ടേക്കണ ഡ്രമ്മിൽ തന്നെ നട്ടിട്ടുണ്ട്. അല്ലാണ്ട് നമ്മ ചട്ടികളിലൊക്കെ നട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് നടാൻ പറ്റിയ ഒരു മുളകിന്റെ വെറൈറ്റി തന്നെയായിട്ട് ബുള്ളറ്റ് മുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. നമുക്ക് കടകളിൽ നിന്നൊക്കെ നമ്മിപ്പോൾ മേടിക്കാൻ കിട്ടുമല്ലോ. കണ്ട, ഇത് നമ്മ ചട്ടികളിലും നട്ടിട്ടുണ്ട്. പൊട്ടിക്കാനൊക്കെ എളുപ്പമാണ് ബുള്ളറ്റ് മുളക്. കണ്ട, ചെടിച്ചട്ടികളിലും നട്ടിട്ടുണ്ട് നമ്മ. അതേപോലെ ഡ്രമ്മിലും നട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി പപ്പായ വിളവെടുക്കാം. പപ്പായ മരം നമ്മുടെ കാറ്റിന് മറിഞ്ഞ് വീണ് കിടക്കണേണ്. ഇഷ്ടം പോലെ പപ്പായ ഉണ്ടായിരുന്നാണ്. വലിയ പപ്പായൊക്കെ ആയിരുന്നു. കണ്ട, അപ്പൊ നമുക്കൊരു പപ്പായ നമുക്ക് വിളവെടുക്കാം. അപ്പൊ പപ്പായ നമ്മുടെ വീട്ടിൽ നടുകയാണെങ്കിൽ നമുക്ക് പച്ചയായിട്ടും പഴുപ്പിച്ചൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണ്. ഈ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ പപ്പായ നട്ടുകഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇപ്പോൾ ഒരു കാറ്റ് വന്നപ്പോൾ തന്നെ പപ്പായ മറിഞ്ഞ് വീണ്. ഞാനിപ്പോൾ അതുകൊണ്ട് കണ്ടിപ്പോൾ ഡ്രമ്മിലാണ് നമ്മുടെ പപ്പായ തൈ നട്ടേക്കണത്. ഡ്രമ്മിലൊക്കെ നടണോണ്ട് നമുക്ക് വെള്ളക്കെട്ടും വരെയുമില്ല. പിന്നെ നമുക്ക് മറിഞ്ഞ് പെട്ടെന്ന് വീഴയില്ല. അപ്പം ഞാനിപ്പോൾ ഞങ്ങളുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളാണല്ലോ.
അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ കണ്ട ഇതേപോലത്തെ ഡ്രമ്മില് പപ്പായ നട്ടുകൊടുത്തേക്കണേണ്. നമുക്ക് തക്കാളി വിളവെടുക്കാം. അപ്പൊ തക്കാളി പഴുക്കണ നമ്മ വിളവെടുക്കണതാണ്. കണ്ട ഇതില് നമുക്ക് പഴുത്തതൊക്കെ വിളവെടുക്കാം. അപ്പൊ തക്കാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ ദിവസവും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതാണ്. തക്കാളിയൊക്കെ നട്ട് കഴിഞ്ഞാല് നമുക്ക് കണ്ട ഇതേപോലെ നമുക്ക് നല്ല തക്കാളി നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുക്കണ്ട. തക്കാളിയുടെ ഒരു ഇത് നോക്കിയാൽ കണ്ട നമുക്ക് വെറുതെ ഫ്രൂട്ടായിട്ട് കഴിക്കാനും കറിയിലിടാനൊക്കെ നല്ലതാണ്. ആവശ്യത്തിന് പഴുക്കണ പറിച്ചെടുത്താൽ മതിയല്ലോ. അപ്പൊ നമ്മുടെ തക്കാളി തൈയൊക്കെ ഇപ്പൊ തക്കാളികൾ പഴുത്ത് തുടങ്ങണേണ്. എല്ലാ തൈമലും പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ പലതരത്തിലുള്ള മുളകുകളാണ് കണ്ട. ഇത് കണ്ട നല്ല പൂ പോലെ ഇരിക്കണ മുളകാണ്. കാണാൻ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കണ്ട നമുക്ക് കുറച്ച് വിളവെടുക്കാം. അപ്പൊ പഴുത്ത മുളക് കണ്ട ഇതേപോലെ നല്ല ഭംഗിയാണ് ഈ മുളക് കാണാനായിട്ട്. പിന്നെ ഇത് വയലറ്റ് മുളകാണ് ട്ടാ. വയലറ്റ് നെയ്മുളകാണ്. അത് പഴുത്ത കഴിഞ്ഞാൽ കണ്ട ഇതേപോലെയാണ് ഇരിക്കണ. ഭയങ്കര എരിവാണ് ട്ടാ. നമുക്ക് കറിയിലിടാനും നമുക്കിത് പഴുത്ത കഴിഞ്ഞാല് പൗഡർ ആക്കാനൊക്കെ നല്ല മുളകാണ് ഇത്. ഇതും ഒക്കെ നമ്മുടെ വീട്ടിൽ ഒരു തൈ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ മുളക് കിട്ടുകയും ചെയ്യും. നമുക്കൊരു മുളകൊക്കെ ഇട്ടാൽ മതി കറിയിൽ. പിന്നെ കണ്ട ഇത് വേറൊരു ടൈപ്പ് മുളകാണ്. കണ്ട ഇതേപോലെ ഇരിക്കണ നല്ല ഒരു ടൈപ്പ് മുളകാണ്. കണ്ട ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇതിങ്ങനെ പഴുക്കണത് ഇങ്ങനെ പറിച്ചെടുക്കണാണ്. പിന്നെ കണ്ട ഇത് മുന്തിരി മുളകാണ്. വയലറ്റ് മുന്തിരി മുളകാണ്. ഇതിപ്പോ കായായി വന്നുള്ളൂ. കണ്ട പിന്നെ ഇതേപോലെ ഇഷ്ടംപോലെ ടൈപ്പ് മുളക് ഉണ്ട് കേട്ടാ. കാന്താരി മുളകുകളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് മുളകിന്റെ പല വെറൈറ്റി ഇവിടെ നട്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ വെറൈറ്റി നട്ടിട്ടുണ്ട്. ഒരുപാട് പേർക്കാണ്ട് ഞാൻ ഈ മുളകിന്റെ വെറൈറ്റിയുടെ വിത്തൊക്കെ അഴിച്ചു കൊടുത്തേക്കണത്. അപ്പൊ വലിയ മഴക്കാലത്തൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. ഈ സമയത്ത് നട്ട് വെക്കുകയാണെങ്കിൽ മഴക്കാലത്ത് ആണ് മുളക് ഇഷ്ടംപോലെ കായ ഉണ്ടാകണത്. ഇത് തുവരപ്പയറാണ്. സാമ്പാറിലൊക്കെ ഉപയോഗിക്കണ പയറില്ലേ. ഇത് കണ്ട ഇത് നമുക്ക് ഇഷ്ടംപോലെ പയറിത് പറിച്ചെടുത്തതാണ് ട്ടാ. ഇത് ഉണക്കി വെച്ചിട്ടാണ് സാമ്പാറിലൊക്കെ ഇടാനായിട്ട് ഉപയോഗിക്കണത്. പിന്നെ നമുക്ക് പയറായിട്ട് കറി വെക്കുകയും ചെയ്യാം. അപ്പൊ നമുക്ക് കണ്ട ഇതിന്റെ പച്ച കളറിലുള്ള പയറാണ് ഈ കാണണ്ട. ഇത് ഉണങ്ങുമ്പോഴാണ് ഈ ഉണക്കാണ് പയറായിട്ട് കടയിൽ നിന്നൊക്കെ മേടിക്കൂല. തൂരപ്പയറിന്റെ ചെടി കാണാത്തവർക്ക് കണ്ട ഇതേപോലെയാണ് തൂരപ്പയറിന്റെ ചെടി ഇരിക്കണത്. നമുക്ക് ഒരു പ്രാവശ്യം നട്ടാ മതി കേട്ടാ. ഒരുപാട് വർഷം നിക്കണാണ് തൂരപ്പയർ. അപ്പൊ എല്ലാ വർഷവും ഒരു ഡിസംബറോട് കൂടിയാണ് ഇത് പൂവൊക്കെ ഉണ്ടായി തുടങ്ങണത്. പിന്നെ ഒരു 5-6 മാസം നമുക്ക് ഇങ്ങനെ കായ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ മഴക്കാലത്തൊക്കെ നമുക്കില്ലേ ഇതിന്റെ പൂമ്പലകളൊക്കെ നമുക്ക് തോരൻ വെക്കാനും കറി വെക്കാനൊക്കെ നല്ലതാണ് ട്ടാ. ഒരുപാട് ഗുണങ്ങളുള്ളതാണ് തൂരപ്പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. കണ്ട ഇതിലിപ്പോഴും പയറൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഫ്ലവറും ചെയ്ത് ഇങ്ങനെ കുറച്ച് നാളും കൂടെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടായി. ഡിസംബർ തുടങ്ങി ഉണ്ടായി കൊണ്ടിരിക്കാൻ കണ്ടോ. ഇതിന്റെ പൂക്കളാണ് ഈ കാണുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് നാളെ നമുക്ക് ഇതേപോലെ നമുക്കപ്പോ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു മരം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷത്തേക്കുള്ള പയറൊക്കെ നമുക്ക് കിട്ടും. നന്നായിട്ട് കായ്ക്കണ ഒരു വെറൈറ്റിയാണിത്. അപ്പൊ നമുക്ക് കുറച്ച് പൊന്നാങ്കണ്ണി ചീര വിളവെടുക്കാൻ വേണ്ട. ഇവിടെ ചീര നട്ടിട്ട് ബാഗില നട്ടേക്കണത്. നമുക്ക് ഡെയിലി വിളവെടുക്കണതാണ് ട്ടാ. പൊന്നാങ്കണ്ണി ചീര എന്ന് പറഞ്ഞാൽ അറിയാലോ, കണ്ണിനും വയറിനൊക്കെ ഒരുപാട് നല്ലതാണ്. ഇതേപോലെ എളുപ്പം ചീരകളാണ് ട്ടാ വിളവെടുക്കേണ്ടത്. ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ വീണ്ടും 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 കണ്ട അടുത്ത ആഴ്ച തന്നെ നമുക്ക് വീണ്ടും വിളവെടുക്കാം. അപ്പൊ പൊന്നാങ്കണ്ണി ചീര ഒരു ഒറ്റ പ്രാവശ്യം നട്ടാ മതി. പിന്നെ നടണ്ടേ വരൂല. യാതൊരു പരിചരണവും വേണ്ടാത്ത ചീരയാണ്. കണ്ണിനൊക്കെ ഏറ്റവും നല്ല ചീര തന്നെയാണ് പൊന്നാങ്കണ്ണി ചീര. കണ്ണിന്റെ പ്രശ്നങ്ങൾക്കും വയറിന്റെ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ നമുക്ക് ഡെയിലി നമുക്ക് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ വീട്ടിൽ എന്തായാലും ചീര ഇലക്കറി കഴിക്കണമല്ലോ. അത് പൊന്നാങ്കണ്ണി തന്നെ കഴിക്കലാന്നല്ല. കണ്ട പൊന്നാങ്കണ്ണി ചീര ഞാൻ ഒരുപാട് പേർക്കാണ് ഡെയിലി അഴിച്ചു കൊടുക്കണത്. ചീരയായിട്ടും പൗഡറായിട്ടൊക്കെ ഒരുപാട് പേർക്ക് അഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ എളുപ്പം ഇതില് വേണം പൊന്നാങ്കണ്ണി ചീര എടുക്കാനായിട്ട് കേട്ടാ. ഇത് നമുക്ക് ഇലയും തണ്ടും കൂടിയാണ് ഉപയോഗിക്കേണ്ടത്. നമ്മുടെ വീട്ടില് കൃഷി ചെയ്യുമ്പോ പ്രത്യേകിച്ച് യാതൊരു വളവും കൊടുക്കാണ്ടിരിക്കണേട്ട പൊന്നാങ്കണ്ണിക്ക് നല്ലത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പൊന്നാങ്കണ്ണി ചീരക്ക് വെറുതെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നാലേ നമ്മൾക്ക് നല്ല ഗുണം കിട്ടുള്ളൂ. പിന്നെ നമുക്ക് CO1 പച്ചച്ചീര വിളവെടുക്കാം. ഇതാണ് CO1 പച്ചച്ചീര.
ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മ നട്ട് കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ മഴക്കാലത്തും ഒക്കെ വിളവിട്ടണ ചീരയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീരയാണ്. നമുക്ക് ഇവിടെ ഒരുപാട് നമ്മ നട്ടിട്ടുണ്ട് കേട്ടോ. ഡെയിലി നമ്മ വിളവെടുക്കണതാണ്. ഇതാണ് സൗഹൃദ ചീര. സൗഹൃദ ചീര എന്ന് പറഞ്ഞാൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ചീരയാണ്. ഇത് നമുക്ക് പച്ചക്ക് സലാഡായിട്ടും കഴിക്കാം. അതേപോലെ തന്നെ നമുക്ക് കറി വെച്ചും തോരൻ വെച്ചൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പൊ നമുക്ക് ഇതും വിളവെടുക്കാം. നമുക്ക് എല്ലാ ചീരയും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാമല്ലോ. ഇത് നട്ട് കഴിഞ്ഞാല് കണ്ട ഇതേപോലെ നല്ല ഭംഗിയാണ് നിക്കണ കാണാൻ തന്നെ. നമുക്കൊരു അലങ്കാര ചെടിയായിട്ട് പോലും നട്ട് വളർത്താം. പിന്നെ നമുക്ക് പച്ചക്കും കഴിക്കാം. ലെറ്റ്യൂസിന്റെ ഒക്കെ അതേ ടേസ്റ്റ് തന്നെയാണ് ഈ സൗഹൃദ ചീരക്കും. ഇതായിട്ട് തഴുതാമ ചീര. അപ്പൊ തഴുതാമ കണ്ടില്ലേ, ഇതേപോലെ നമ്മ ചട്ടിയിൽ വളർത്തിയേക്കണതാണ്. നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ ആവശ്യത്തിന് കിട്ടോട്ട. ഇത് ഒരു പിങ്ക് കളറുള്ള പൂവുള്ള തഴുതാമ. തഴുതാമ പല വെറൈറ്റി തഴുതാമകളുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. നല്ല എളുപ്പത്തിൽ കണ്ട ഇതേപോലെ നമുക്ക് ഒരു ചട്ടിയിലൊക്കെ വളർത്തുകയാണെങ്കിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ചീരയാണ്. യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ ഏറ്റവും നല്ലതാണ് ഈ തഴുതാമ. അപ്പൊ ഇത് നമുക്ക് ഈ എല്ലാ ചീര നമ്മ ഇപ്പൊ എല്ലാ ചീരകളും കൂടി നമുക്ക് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാലപ്പ. ഇതാണ് അകത്തി. അപ്പൊ അകത്തി ചീരയുടെ ഇലയും പൂവൊക്കെ നമുക്ക് കറി വെക്കാം. ഈ റെഡ് അകത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പൂവുണ്ടാവും കണ്ട. ഏത് ടൈമിലും പൂവുണ്ടാവും. നമുക്ക് ചെടിച്ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റിയതാണ് കണ്ട. ചെടിച്ചട്ടിയിലൊക്കെ ഇതേപോലെ നല്ല ഭംഗിയായിരിക്കുള്ളൂ പൂക്കൾ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് അകത്തിയുടെ പൂവ് നമുക്ക് വിളവെടുക്കാം കണ്ട. ഇതാണ് അകത്തിപ്പൂവ്. നല്ല ടേസ്റ്റാണ് ഈ പൂവ്. നമ്മ ഇതിന്റെ ഈ പയറ് പോലത്തെ നാര് മാത്രം കളഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് ഇത് കണ്ട നമ്മ വെള്ള അകത്തി പോലെയല്ല റെഡ് അകത്തി എപ്പോഴും പൂവായിരിക്കുള്ളൂ. വെള്ളക്ക് ചില ടൈമുകളിൽ മാത്രമേ പൂവുണ്ടാവുള്ളൂ കണ്ട. ഇതേപോലെ ഒരേ കൂമ്പ് വരുമ്പോഴും പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ നമുക്ക് ചെടിച്ചട്ടിയിൽ വളർത്താം. നല്ലൊരു ഭംഗിയാണ് കേട്ടോ. നല്ലൊരു അലങ്കാര ചെടിയായിട്ട് പോലും നട്ടു വളർത്താൻ പറ്റിയാണ്. ശാഖകളൊക്കെ വന്നിട്ട് ആ ശാഖകളിലൊക്കെ ഫ്ലവർ ആയിരിക്കുള്ളൂ കണ്ട. ഇതേപോലെയാണ് റെഡ് അകത്തി. അപ്പൊ സ്ഥലം ഇല്ലാത്തവർക്കും നട്ടു വളർത്താൻ പറ്റിയതാണ് ഈ അകത്തിയൊക്കെ. അപ്പൊ നമുക്ക് ഒരുപാട് പച്ചക്കറി നമുക്ക് ഇനിയും വിളവെടുക്കാനുണ്ട്. നമ്മളിപ്പോ കുറച്ച് പച്ചക്കറി മാത്രമേ വിളവെടുക്കാനുള്ളൂ കണ്ട. ഇഷ്ടംപോലെ തക്കാളിയും വഴുതനയും മുളകൊക്കെ ഇഷ്ടംപോലെ കിടക്കണേണ്. നമ്മ ആവശ്യത്തിന് മാത്രമാണ് നമ്മൾ വിളവെടുക്കണത്. നമ്മുടെ വീട്ടില് കൃഷി ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് പച്ചക്കറി മേടിക്കാനും പോകേണ്ട, വിഷമടിച്ച പച്ചക്കറിയും കഴിക്കേണ്ട. നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി നമുക്ക് ഇതേപോലെ കഴിക്കാം. പിന്നെ ഇത് ഉണ്ടായി കിടക്കണ കാണുമ്പോ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അപ്പൊ കൃഷി ചെയ്യണേൽ കൂടെ നമുക്ക് മാനസികമായിട്ടുള്ള സന്തോഷവും കിട്ടും. നമ്മുടെ ആരോഗ്യത്തിൽ നല്ല പച്ചക്കറിയും കഴിക്കാം കണ്ട. നമുക്ക് ഇലക്കറികൾ, പലതരത്തിലുള്ള ഇലക്കറികൾ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാല് ഇലക്കറികളും പച്ചക്കറികളും മുളകും എല്ലാം. പിന്നെ മിക്ക സാധനങ്ങളും നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യാം. സ്ഥലം ഇല്ലാത്തവർക്ക് ഇതേപോലെ കണ്ട ഞാൻ നട്ടേക്കണ മുഴുവനും ചട്ടിയിലും ഗ്രോ ബാഗുകളിലൊക്കെയാണ്. അപ്പൊ നമുക്ക് സ്ഥലം ഒരു പ്രശ്നമൊന്നുമല്ല. കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് ചട്ടിയിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികളൊക്കെ നമുക്ക് ഉണ്ടാക്കി എടുക്കാം. ഒരു ദിവസം 1 മണിക്കൂർ ഒന്ന് ശ്രമിച്ചാൽ മതി. പിന്നെ നന്നായിട്ട് നനച്ചൊക്കെ കൊടുക്കുക. അത്യാവശ്യം നമ്മുടെ വീട്ടിലെ അടുക്കള വേസ്റ്റ് തന്നെ ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്യാം. അപ്പൊ എല്ലാവരും വീട്ടില് പച്ചക്കറിയൊക്കെ നടണം. ഇതേപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് കഴിക്കാം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.